സക്സസ് വാലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 85/21. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല. കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. ലോക്ക്ഡൌണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ KM എബ്രഹാം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിന്റെ ഡാഷ് ആണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിന്റെ 1/6 ആണ്. 1/6. 2020 ഫെബ്രുവരിയിൽ, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏത്? പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം CSO. ഓപ്ഷൻ സി, CSO. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആര്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണറാണ് വാൻ ട്രീഡ്. ഭാരതത്തിന്റെ കേപ്പ് കെന്നഡി ഏതാണ്? ശ്രീഹരിക്കോട്ട. ഓപ്ഷൻ ഡി, ശ്രീഹരിക്കോട്ട. ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെ പറയുന്ന പേര്. ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെ പറയുന്ന പേരാണ് അയനാന്തം. ഓപ്ഷൻ ബി, അയനാന്തം. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാന്റിൽ. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം ഏത്? ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വ ദൗത്യം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഓപ്ഷൻ ബി, മംഗൾയാൻ. കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപം. കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ലോയ്സ്. ഓപ്ഷൻ എ, ലോയ്സ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. എന്താണ് ഏക സൂപ്പർ കമ്പ്യൂട്ടർ? പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? പൗരന്മാർക്ക് അറിയുവാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജംഷഡ്പൂർ. ഓപ്ഷൻ സി, ജംഷഡ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് അച്യുത മേനോൻ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏത്? റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. ഒരു ഇൻപുട്ട് ഉപകരണം ട്രാക്ക് ബോൾ. ഒരു ഇൻപുട്ട് ഉപകരണമാണ് ട്രാക്ക് ബോൾ. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് RK ഷൺമുഖം ചെട്ടി. ഓപ്ഷൻ സി, RK ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഗുരുജി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ഗുരുജി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാര്?
പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം. വാനിലയാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം. എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്ക്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണിയാണ് നാസ്ദാക്ക്. ഓപ്ഷൻ ബി നാസ്ദാക്ക്. അടുത്ത റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദിക്കരയിലായിരുന്നു? സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദിക്കരയിലായിരുന്നു? രവി. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പതഗരിയ. അരവിന്ദ് പതഗരിയ. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശമാണ് മെക്സിക്കോ. സ്വതന്ത്ര സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗം കുറിച്യർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. മംഗളാദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിലാണുള്ളത്? പെരിയാർ. മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജി. കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റ്. വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റാണ് മിച്ച ബജറ്റ്. ഓപ്ഷൻ ഡി മിച്ച ബജറ്റ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത്. ചിത്രകൂടം ആരുടെ സ്മാരകമാണ്? ചിത്രകൂടം അയ്യങ്കാളിയുടെ സ്മാരകമാണ്. ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത് കൃഷി. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ദണ്ഡിയാത്ര. പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം CO2. പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകമാണ് CO2. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. കൃഷ്ണ നദിയാണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസം ഉരുൾപൊട്ടൽ. മനുഷ്യരിൽ നിന്ന് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. കടുവയിലാണ് മനുഷ്യരിൽ നിന്ന് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തതാണ് സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം. ഇത് ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയത്. 50 വരെയുള്ള ചോദ്യങ്ങളാണ് GK ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നത് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്